Hello guys and welcome back to Best Car Picks. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ടാറ്റയുടെ അധികം വൈകാതെ വരാൻ പോകുന്ന 3 വാഹനങ്ങളെ പറ്റി തന്നെയാണ്. ആൻഡ് അതിലൊരു വാഹനം അടുത്ത മാസം തന്നെ വരും, അതായത് ജൂണിൽ ആ ഒരു സമയത്ത് വരുന്നതാണ്. ബാക്കി വാഹനങ്ങളും ലേറ്റ് ആവാണ്ട് തന്നെ എത്തേണ്ടതാണ്, കാരണം ടെസ്റ്റിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. മാത്രമല്ല ലോഞ്ച് ടൈമിൽ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ റൂമേഴ്സിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം പറയാൻ പറ്റും അധികം ലേറ്റ് ആവാണ്ട് തന്നെ ഈ 3 വണ്ടികളും വരും എന്നുള്ളത്. അതിൽ ആദ്യത്തെ വാഹനം നമ്മുടെ അൾട്രോസ് റേസർ ആയിരിക്കും. ഇതാണ് ആദ്യം വരാൻ പോകുന്നത്. ഈ വാഹനത്തിന് ഡീലർ ട്രെയിനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ലീക്ഡ് ഇമേജസും സംഭവങ്ങളൊക്കെ വന്നതാണ്. ഈ വണ്ടി ശരിക്കും അവർ 2023 ഓട്ടോ എക്സ്പോയിൽ അൺവെയിൽ ചെയ്തതാണ്. ആൻഡ് ആ സമയത്ത് ടാറ്റ അവർ പറഞ്ഞിരുന്നു ഇതവർ ഇറക്കും, ചുമ്മാ കോൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുന്നതല്ല എന്ന്. പക്ഷേ ഇറക്കി വന്നപ്പോഴേക്കും 1.5 വർഷം കഴിഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല, സ്റ്റിൽ അവർ ഈ വാഹനം ഇറക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനത്തെ കോൺസെപ്റ്റൊക്കെ കാണിക്കുകയാണെങ്കിൽ മിക്ക കമ്പനികളും അത് ഇറക്കാറില്ല. അപ്പോൾ ഇതവർ ഈ വാഹനത്തിൻ്റെ ഡീലർ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ലീക്കായി വന്ന ഇമേജസ് ആണ് ഇതൊക്കെ. ആക്ച്വലി ഇമേജസ് നമ്മൾ പണ്ടേ കണ്ടിട്ടുള്ളതാണ് ഈ വാഹനത്തിൻ്റെ കോൺസെപ്റ്റ്, ആ ഒരു സംഭവം, അതായത് ഓട്ടോ എക്സ്പോയിൽ അവർ ഇറക്കിയ സമയത്ത് തന്നെ. ആൻഡ് ഇതിൻ്റെ അകത്ത് അവർ ഏകദേശം അങ്ങനത്തെ ഒരു ഡിസൈൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ടൈപ്പിലുള്ള ഡിസൈൻ, അതായത് ഹുഡിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു ബ്ലാക്ക് ഏരിയയും അതുപോലെ വൈറ്റ് സ്ട്രൈപ്സ്, കുറച്ച് സ്പോർട്ടി ലുക്ക് കിട്ടുന്ന ഒരു വാഹനം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമുക്കിപ്പോൾ കുറച്ച് കാലമായി ഡിസൈൻ്റെ കാര്യത്തിൽ കിട്ടിയിട്ട്. ഹ്യുണ്ടായി ആണ് അതൊക്കെ കുറച്ചെങ്കിലും ബ്രേക്ക് ചെയ്ത് i20 എൻലൈൻ ലോഞ്ച് ചെയ്ത്. പക്ഷേ അതിൻ്റെ അകത്തും റെഡ് സ്ട്രൈപ്സ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഒരുപാട് ഡിസൈനിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ അവർ കൊടുക്കാൻ നോക്കിയില്ലായിരുന്നു. മെക്കാനിക്കൽസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് സസ്പെൻഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ സ്പോർട്ടി ആയിരുന്നു. അതുപോലെ സ്റ്റിയറിംഗ് ഫീലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ വാഹനത്തിൽ എന്തായാലും ടാറ്റ കൂടുതലും ലുക്കിൻ്റെ കാര്യത്തിലാണ് പിടിച്ചിരിക്കുന്നത്, അത് നന്നായിട്ടുണ്ട്. അതുപോലെ ഇൻറ്റീരിയറിലാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ കിട്ടും. ഏകദേശം അവർ കഴിഞ്ഞ വർഷം കാണിച്ച ഒരു കോൺസെപ്റ്റ് പോലെ തന്നെ 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇതിൻ്റെ ഡീലർ ട്രെയിനിങ്ങിൽ അവർ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പുറമെ നമുക്ക് 360 പാർക്കിംഗ് ക്യാമറയും അതിൻ്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ പുതിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. അത് ഈ ഫോട്ടോയിൽ കാണുന്ന ക്ലസ്റ്റർ തന്നെയാണോ എന്നെനിക്ക് സംശയമുണ്ട്, കാരണം ടാറ്റ ഇപ്പോഴത്തെ വണ്ടികൾ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലസ്റ്ററാണ്. ഇത് അവർ കഴിഞ്ഞ വർഷം നമ്മുടെ ഫേസ് ലിഫ്റ്റ് ഹാരിയറൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് കൊടുത്ത ഒരു പുതിയ ക്ലസ്റ്ററാണ്. എനിക്ക് പേഴ്സണലി ക്ലസ്റ്റർ അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അവരുടെ ലേറ്റസ്റ്റ് വണ്ടികളിൽ വരുന്ന 10.25 ഇഞ്ച് ക്ലസ്റ്റർ നല്ലതാണ്. ഇനി നമുക്ക് നോക്കാം ഈ വാഹനത്തിൽ ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന്. ബാക്കി ഇൻറ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിലൊന്നും വേറെ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. പിന്നെ അവർ കഴിഞ്ഞ വർഷം കാണിച്ച ഫീച്ചേഴ്സ്, അതായത് ഇലക്ട്രിക് സൺറൂഫ്, പിന്നെ വയർലെസ് ചാർജിങ്, പിന്നെ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ, ഇതൊക്കെ തീർച്ചയായും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതിനൊക്കെ പുറമെ സീറ്റ്സിൻ്റെ ഒക്കെ ഡിസൈനിൽ, അതായത് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന അപ്പോൾസ്ട്രിയിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള സീറ്റ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിപ്പോൾ ഓൾറെഡി അൾട്രോസിന് ഡാർക്ക് എഡിഷനിലൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഓറഞ്ച് സ്ട്രൈപ്സും അതുപോലെ നടുവിലൊരു ഡിസൈൻ എലമെൻറ്റും പിന്നെ ഹെഡ് റെസ്റ്റിൽ റേസറിൻ്റെ ബാഡ്ജിങ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സും ഈ ഒരു വാഹനത്തിൽ വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അൾട്രോസിനെ മൊത്തമായിട്ട് റീഡിഫൈൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വേർഷനാണ് ഈ വരാൻ പോകുന്ന റേസർ. മാത്രമല്ല അൾട്രോസിൻ്റെ ടോപ്പ് സ്പെക് വേരിയൻ്റ് ആയിരിക്കും ഇത്. നമ്മുടെ മറ്റേ ഡാർക്ക് എഡിഷൻ അതുപോലെ ഐ ടർബോ ഡീസൽ ഇതിൻ്റെയൊക്കെ മുകളിലായിരിക്കും ഈ വാഹനത്തിൻ്റെ പൊസിഷനിങ് വരാൻ പോകുന്നത്. പിന്നെ വിഷ്വലി ഉള്ള വ്യത്യാസമല്ലാണ്ട് മെക്കാനിക്കൽസിലും ചെറിയ ഡിഫറൻസ് നമുക്ക് കാണാം. നെക്സോണിൻ്റെ 1.2 ടർബോ ആണ് അവർ ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. അൾട്രോസ് ഐ ടർബോ വന്ന സമയത്ത് 110 PS 140 Nm ടോർക്കും ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് 120 PS 170 Nm ടോർക്കും ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് സെയിം നെക്സോണിൻ്റെ അതേ സ്പെക്ക്. സസ്പെൻഷൻ ട്യൂണിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് ഇനിയിപ്പോൾ അടുത്ത മാസം കാണാം. അടുത്ത വാഹനം ടാറ്റ കൊണ്ടുവരാൻ പോകുന്നത് നെക്സോണിൻ്റെ CNG ആണ്. പൊതുവേ നമ്മളിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ പെട്രോൾ എഞ്ചിൻ, അതായത് 1.5 NA അല്ലെങ്കിൽ 1.2 NA ഇതിലൊക്കെ വേണമെങ്കിൽ കമ്പനികൾക്ക് CNG കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രസയിൽ നമുക്ക് CNG അവൈലബിൾ ആണ്. കറൻ്റ്ലി സബ് 4 മീറ്റർ കോമ്പാക്ട് SUVസിൽ ബ്രസയിൽ മാത്രമാണ് CNG വരുന്നതെന്നാണ് എൻ്റെ നിഗമനം. പക്ഷേ എന്നാൽ ടാറ്റ ഇപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഇനിയിപ്പോൾ 1.2 ടർബോയിലും കൂടെ CNG കൊടുത്ത് വണ്ടി ഇറക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ ഇതിനു മുമ്പ് ഈ ഒരു കോൺസെപ്റ്റ് വേർഷൻ പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതും ടാറ്റയുടെ ട്വിൻ സിലിണ്ടർ ടെക്നോളജി വെച്ച് വരുന്ന CNG തന്നെയായിരിക്കും. അതായത് നമുക്ക് ബാക്കിൽ 2 സിലിണ്ടർ ഉണ്ടാവും. അത് ബൂട്ടിൻ്റെ താഴെ ആയിരിക്കും, സ്പെയർ വീലിൻ്റെ സ്ഥലത്ത് സ്പെയർ വീല് താഴത്തായിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പോൾ ചില വലിയ SUVസിലും 7 സീറ്റർ വണ്ടികളൊക്കെ കണ്ടിട്ടില്ല, നമുക്ക് സ്പെയർ വീല് ബൂട്ടിൻ്റെ അവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ നേരെ താഴത്തേക്ക് മാറ്റും, ബോഡിയുടെ താഴത്തേക്ക്, എന്നിട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് വെക്കുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ടാറ്റയുടെ ഈ ഒരു ടെക്നോളജിയുടെ ബേസിസിൽ വരുന്ന വണ്ടികളും കൊടുക്കാറുള്ളത്. പിന്നെ അവർ പഞ്ചർ റിപ്പയർ കിറ്റൊക്കെ കൊടുക്കാറുണ്ട്. ഇനിയിപ്പം കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ സ്പെയർ വീൽ ഇല്ലാണ്ടാക്കുമായിരിക്കും. അത് ഇവർ മാത്രമല്ല, പൊതുവെ ഇപ്പോൾ കുറച്ച് കമ്പനികൾ ആ ഒരു പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിവേ ടാറ്റയുടെ ട്വിൻ സിലിണ്ടർ ടെക്നോളജി അത്യാവശ്യം നല്ലൊരു ടെക്നോളജിയാണ്. കാരണം നമുക്ക് ബൂട്ട് സ്പേസ് ഒന്നും ഇതിൽ നഷ്ടമാവാണ്ട് തന്നെ CNGയുടെ ആ ഒരു എഫിഷ്യൻസിയും അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് നേച്ചർ ഒക്കെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് ടർബോ എഞ്ചിന് വരുന്ന സമയത്താണ് നമുക്ക് വേറൊരു പ്രശ്നം കൂടെ ഇല്ലാണ്ടാവുന്നത്. കാരണം CNG വണ്ടികൾ പൊതുവെ എപ്പോഴും പവർ കുറച്ച് കുറവായിരിക്കും. ഈവൻ ദോ നമുക്ക് 1.2 NA മാരുതിയുടെ എഞ്ചിൻസിലൊക്കെ കിട്ടുന്നത് വലിയ കുഴപ്പമില്ലെങ്കിൽ പോലും ടർബോയിൽ CNG വരുമ്പം ആ ഒരു ഗുണം എന്തായാലും ഉണ്ടാവും. കാരണം എന്തൊക്കെ പറഞ്ഞാലും ടർബോയുടെ റേഞ്ചിൽ കയറുമ്പോൾ വണ്ടി അത്യാവശ്യം നന്നായിട്ട് വലിക്കുമല്ലോ. എഫിഷ്യൻസി ചിലപ്പോൾ നമുക്ക് മറ്റുള്ള NA പെട്രോൾ എഞ്ചിൻസിൻ്റെ അത്രയും കിട്ടില്ല എങ്കിൽ പോലും ആവശ്യത്തിനുള്ള എഫിഷ്യൻസിയും ഇതിനും ഉണ്ടാവുമായിരിക്കും.
ബേസിക്കലി സംഭവം സി എൻ ജി തന്നെയാണല്ലോ. കുറച്ച് പവർ ഡ്രോപ്പ് നമുക്ക് തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാം. നോർമൽ പെട്രോളിൽ വലിക്കുന്ന അത്രയും എനർജറ്റിക് ആയിട്ട് 1.2 ടർബോ സി എൻ ജി വരുമ്പോഴേക്കും വലിക്കണമെന്നില്ല. പിന്നെ ഓൾറെഡി നമുക്കറിയാം നെക്സോൺ അത്ര ഭയങ്കര സ്പോർട്ടി ആയിട്ട് ഓടിക്കാൻ പറ്റിയ വണ്ടിയൊന്നും അല്ലല്ലോ ടർബോ പെട്രോളും. ആവശ്യത്തിന് പവറുള്ള ഒരു വണ്ടിയായിരുന്നു. പിന്നെ നെക്സോണിലെ ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതും പെട്രോളിന് മൈലേജ് ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പം ഇത് വരുമ്പോഴേക്കും ആ ഒരു കുറ്റം മൊത്തത്തിലൊന്ന് മാറി കിട്ടും. ഇനി ഇപ്പോൾ നമ്മൾ 2 വണ്ടികൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ വണ്ടി ഏതാണ് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. സംഭവം ശരിയാണ്, നമ്മുടെ കർവാണ്. ഈ കർവ് അവർ കഴിഞ്ഞ വർഷം ഓട്ടോ എക്സ്പോയിൽ കാണിച്ചതാണ്. അതും ഓൾമോസ്റ്റ് പ്രൊഡക്ഷൻ സ്പെക് വേർഷൻ പോലത്തെ ഒരു വണ്ടിയായിരുന്നു അവർ ആ സമയത്ത് കാണിച്ചത്. അതിന് മുന്നേ 2022 അവർ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അത് വളരെ കോൺസെപ്ച്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനായിരുന്നു. എന്തായാലും ഈ വാഹനത്തിന് ടെസ്റ്റിംഗ് ഒക്കെ ഇപ്പോഴും വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ടെസ്റ്റിംഗ് മോഡൽസിലൊന്നും നമുക്ക് പ്രോപ്പർ ഡോർ ഹാൻഡിൽസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ്, അതായത് നമ്മൾ XUV700 കണ്ട പോലത്തെ ഡോർ ഹാൻഡിൽസ് ഈ വാഹനത്തിലും വരും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈനും അതുപോലെ സൈഡിലത്തെ ഡിസൈനൊക്കെ വളരെയധികം നെക്സോൺ ഇൻസ്പയർഡ് ആണ്. കാരണം ബേസിക്കലി ഈ വാഹനം നെക്സോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൂപ്പ SUV ആണ്. കുറച്ചുകൂടി നീളം കൂട്ടിയിട്ടുണ്ട്. ആൻഡ് ബാക്കിലത്തെ ഒരു ഡിക്കിയുടെ ഒരു അഡീഷണൽ എക്സ്റ്റൻഷൻ അവർ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. പക്ഷേ ഇത് കൂപ്പയാണ്, നമുക്ക് സെഡാൻ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. മിക്കവാറും ഇത് കണ്ടിട്ട് 200 mm മുകളിലുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു പ്രാക്ടിക്കാലിറ്റി സൈഡിലും വലിയ ഇഷ്യൂ വരുന്നുണ്ടാവില്ല. പിന്നെ ബാക്കിലത്തെ ഡിസൈനാണ് നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് വരാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് വളരെ സ്ലീക്കായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ഒരു സിംഗിൾ ഷേപ്പിലുള്ള ഹെഡ് ലാംപ്സ് ആയിരിക്കും അവർ കൊടുക്കുന്നത്. ടോപ്പിലത്തെ പോർഷൻ ആയിരിക്കും മെയിനായിട്ട് ഇതിൻ്റെ ബാക്കിലത്തെ ടെയിൽ ലാംപ്സ് ഒക്കെ അവർ കൊടുക്കാൻ പോകുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സ്ലോപ്പിംഗ് റൂഫ് ലൈൻ ഇത് കൂപ്പ SUV ആയതുകൊണ്ട് തന്നെ വരുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ഡിസൈൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് നെക്സോണിൽ വരുന്ന ഒരു സെയിം ഫേസ് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തും കിട്ടാൻ പോകുന്നത്. ചെറിയ കുറച്ച് ഡിഫറൻസ് ബമ്പറിൻ്റെ ഡിസൈനിലുള്ള ഒരു മാക്സിമം വരുത്തി അത്രേ ഉള്ളൂ. ബാക്കി ഇപ്പം ഈവൻ നമ്മൾ ഹാരിയറും സഫാരിയും നെക്സോണൊക്കെ എടുക്കുകയാണെങ്കിലും EV എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ ഒക്കെ ഫേസ് ഏകദേശം ഇപ്പോൾ ഒരു പാറ്റേണിലാണ് ഇരിക്കുന്നത്. പണ്ടൊക്കെ ടാറ്റ വണ്ടിയിൽ കുറച്ചൊക്കെ ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു ഡിസൈൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഭയങ്കര സിമിലാരിറ്റി വന്നിട്ടുണ്ട് ഫ്രണ്ട് ഡിസൈനിൽ. ഇതിൻ്റെ ഇൻറ്റീരിയറിനെയും കുറച്ച് സ്പൈഡ് പിക്സ് ഒക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഏകദേശം നെക്സോണുമായിട്ട് സിമിലാരിറ്റീസ് ഉള്ള ഇൻറ്റീരിയറാണ്. പിന്നെ കൂടുതൽ ഫീച്ചേഴ്സ് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ ഒരു പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി നെക്സോണിലുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തും ഉണ്ടാവും. ഒരു പക്ഷേ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അങ്ങനത്തെ സാധനങ്ങളും അഡീഷണൽ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് നെക്സോൺ EVയിൽ മാത്രമേ വരുന്നുള്ളൂ, പെട്രോൾ ഡീസൽ വണ്ടികൾ വരുന്നില്ല. പിന്നെ ബാക്കി ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്നത് എഞ്ചിൻ ഓപ്ഷനാണ്. 1.5 ലിറ്റർ ഡീസൽ ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് ടാറ്റ പറഞ്ഞിട്ടുണ്ട്. നെക്സോണിൽ വരുന്ന സെയിം പവർ 115 PS അതുപോലെ 260 Nm ടോർക്കും. പിന്നെ വരാൻ പോകുന്നത് അത് അവർ കഴിഞ്ഞ വർഷം ഓട്ടോ എക്സ്പോയിൽ അൺവെയിൽ ചെയ്ത പുതിയൊരു 1.2 ലിറ്റർ TGDI പെട്രോൾ എഞ്ചിനാണ്. ഇപ്പോൾ നെക്സോണിൽ MPFI പെട്രോൾ എഞ്ചിനാണ് നമുക്ക് കിട്ടുന്നത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 125 PS പവറും അതുപോലെ 225 Nm ടോർക്കും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരു പുതിയ എഞ്ചിനായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ബെറ്റർ പെർഫോമൻസ് ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാം. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് എഞ്ചിനെ പറ്റി ടാറ്റ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അവർ ഇതിൽ തന്നെ കൊടുക്കുമോ എന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് കാണേണ്ടി വരും. എങ്ങാനും നെക്സോണിൻ്റെ എഞ്ചിൻ വെച്ചാണ് ഇറക്കുന്നതെങ്കിൽ അവിടെ ഉള്ള എക്സ്ക്ലൂസിവിറ്റി പോയി. കർവിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മതി. ഇതാണ് ടാറ്റ ഇനി ഇറക്കാൻ പോകുന്ന 3 പുതിയ വാഹനങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.